நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்ணுறேன் சார். அப்படி பார்த்தாரு, இப்படி குத்துவேன், அப்படி பிடிப்பார். ജയിലർ അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ്ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമ്മളുടെ സ്റ്റാറ്റസിനൊത്താണെന്ന് നോക്കില്ലേ? എല്ലാവരും അങ്ങനെ തന്നെ നോക്ക്. നമുക്ക് മുകളിലുള്ള ബന്ധത്തെക്കാൾ എപ്പോഴും നല്ലത് നമുക്ക് താഴെയുള്ള ബന്ധം തന്നെ ആയിരിക്കുമെന്ന് അവര് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും അവര് നമ്മുടെ വീട് അന്വേഷിച്ച് വന്നതെന്നാ എനിക്ക് തോന്നുന്നത്. നീ എനിക്ക് തന്ന സർപ്രൈസിനെക്കാളും എന്റെ സർപ്രൈസ് എങ്ങനെയുണ്ട്? എന്തു പറ്റി നന്ദ? എന്തൊന്നും സംസാരിക്കാത്ത? ഇപ്പൊ സന്തോഷായില്ലേ നിനക്ക്? ഇല്ല നാമിക, ഇത് വേണ്ട. വേണ്ടെന്ന് പറഞ്ഞ മനസ്സിലായില്ല. ഈ പ്രണയം നമുക്ക് വേണ്ട. കാര്യം എന്താ നന്ദ? ഒരുപാടൊന്നും ചോദിക്കരുത്. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞതൊക്കെ ഈ നിമിഷം മറന്നു കളഞ്ഞേക്ക്. നീ പറഞ്ഞതൊക്കെ ഞാനും മറന്നോളാം. ഞാൻ പോവാൻ നാമിക. നന്ദ എനിക്ക് പറ്റിയത്? കുറച്ചു മുമ്പേ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്, എന്നിട്ടിപ്പൊ നീ തന്നെ പറയുന്നത് വേണ്ടാന്ന്. എന്താ ചോദിച്ച കേട്ടില്ലേ? കാര്യം പറ. എന്തുകൊണ്ടാ നീ എന്നെ വേണ്ടാന്ന് പറയുന്നേ? നമ്മൾ തമ്മിൽ സെറ്റ് ആവില്ല. സെറ്റ് ആവില്ലെന്ന് പറഞ്ഞ ഏത് കാര്യത്തില്? സ്റ്റാറ്റസ്. നിന്റെ സ്റ്റാറ്റസ് വേറെ, എന്റെ സ്റ്റാറ്റസ് വേറെ. ഏണിയല്ല, എയറോപ്ലെയിനിൽ വന്നാലും തന്റെ ഒപ്പം എനിക്ക് എത്താൻ പറ്റത്തില്ല. എന്തൊക്കെയാ നന്ദ നീ പറഞ്ഞോണ്ടിരിക്കുന്നേ? പ്രാക്ടിക്കലായിട്ടാ ഞാൻ സംസാരിക്കുന്നത്. വെറുതെ ഒരു പൊട്ടത്തരം പറഞ്ഞോണ്ടിരിക്കുക നീ. ഒന്നും ആലോചിക്കാതെ ഒരു തെറ്റായ തീരുമാനം എടുക്കുന്നതിനേക്കാൾ ഇത് എത്രയോ ബെറ്ററാ. എടാ, ഇതൊരു പണം ഒരു വിഷയമേ അല്ല നന്ദ. അത് നിന്റെ മൈൻഡ് സെറ്റ്. എന്നെ പോലുള്ള മിഡിൽ ക്ലാസ്സുകാർക്ക് പണം വളരെ പ്രധാനമാ. കണ്ടില്ലേ, ആ ഒരു കാര്യത്തിൽ നമ്മൾ ഒരിക്കലും ചേർന്ന് പോവില്ല. അതാണ് റിയാലിറ്റി. ലവിലെ റിയാലിറ്റിയെ പറ്റി സംസാരിക്കാണോ നന്ദ? ലവിലില്ലെങ്കിലും ലൈഫിൽ റിയാലിറ്റി നോക്കണ്ടേ? ഇത് ശരിയാവില്ല. പണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഒരു കാര്യത്തിലും നമ്മൾ തമ്മിൽ സെറ്റ് ആവില്ല. അങ്ങനെയൊന്നും ഇല്ല നന്ദ. നീ ഇല്ലെന്ന് പറഞ്ഞാലും അതാണല്ലോ സത്യം. പണത്തിന്റെ കാര്യം വിട്. ഒരു പെൺകുട്ടിയെ പ്രേമിക്കാൻ വേണ്ട ഒരു ക്വാളിറ്റി എങ്കിലും എന്റെ കയ്യിലുണ്ടോ? ആലോചിച്ച് നോക്ക്. ഇല്ലെന്നാണോ നിനക്ക് തോന്നുന്നത്? പിന്നല്ലാതെ. അതിലെന്താ സംശയം? നീ തന്നെയല്ലേ പറഞ്ഞേ ഒരു പെണ്ണിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഒരു പയ്യൻ കുറെ ടെസ്റ്റുകളിൽ പാസ്സാവണമെന്ന്. അത് ഞാൻ വെറുതെ കളിയായിട്ട് പറഞ്ഞതാ. പക്ഷെ ഞാൻ അതൊക്കെ സീരിയസ് ആയിട്ട് എടുത്തു. നന്ദ, നീ അത് തമാശയ്ക്ക് പറഞ്ഞാണെങ്കിലും സത്യം അത് തന്നെയല്ലേ നാമിക? എന്നെ പോലുള്ളൊരു പയ്യന് ഒരു പെണ്ണിനെ എങ്ങനെയാ പ്രേമിക്കാൻ പറ്റുക? എന്തുകൊണ്ട് പറ്റില്ല? എന്താന്ന് വെച്ചാ അതിനു വേണ്ട ഒരു യോഗ്യതയും എനിക്കില്ല. ഒരു പെണ്ണിനെ ഇംപ്രസ് ചെയ്യാൻ സ്മാർട്ട് ആയിരിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ഞാനൊരു ജോക്കറിനെ പോലെ ഓഫീസിലേക്ക് വന്നത്. നീ ബോൾഡ് ആയിരിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ബോസിനോട് സംസാരിക്കാൻ പോലും പേടിയായിരുന്നു. അവസാനം നീ പറഞ്ഞ അറ്റൻഷൻ, അതിലും ഞാൻ തോറ്റുപോയില്ലേ? ഈ പ്രേമൊന്നും എന്റെ ജീവിതത്തിൽ ഒരിക്കലും പറ്റില്ല നാമിക. എന്നെ വിട്ടേക്ക്. ഓ, ഇതൊക്കെ കൊണ്ടാണോ നിനക്ക് ലവ് സെറ്റ് ആവില്ലെന്ന് നീ അങ്ങ് ഉറപ്പിക്കുന്നത്? ഞാനല്ല പറയുന്നത്, നമുക്കിടയിൽ നടന്ന കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെയല്ല, നടന്ന കാര്യങ്ങൾ എന്താന്ന് ഞാൻ പറയട്ടെ. അന്ന് പ്രോജക്റ്റിലെ വൈറസ് വന്നപ്പോ അത് ഈസി ആയിട്ട് സോൾവ് ചെയ്തില്ലേ നീ? അതാണ് നന്ദ നിന്റെ സ്മാർട്ട്നെസ്. ആ അറിവ് നിന്റെ ഒരു പ്ലസ് പോയിന്റാ. അന്ന് കാട്ടില് വെച്ച് ഞാൻ ഒറ്റപ്പെട്ടു പോയപ്പോ ഒന്നും ആലോചിക്കാതെ എന്നെ രക്ഷിക്കാനായിട്ട് വന്നില്ലേ? അത് നിന്റെ ധൈര്യം കൊണ്ടല്ലേ? ആ ധൈര്യമാണ് ഞാൻ പറഞ്ഞ ബോൾഡ്നെസ്.
ഉപരി ശരിക്കും ഞാനൊരു അനാഥയാണെന്ന് വിചാരിച്ച് എനിക്ക് വേണ്ടി 10 ലക്ഷം രൂപ തരാൻ വേണ്ടിയിട്ടുള്ള മനസ്സ് നീ കാണിച്ചില്ലേ? ഇത് തന്നെയാ നീ എന്റെ മേലെ കാണിക്കുന്ന അറ്റൻഷൻ. ഒരു പെണ്ണിന്റെ ലുക്കിൽ കാണിക്കുന്ന അറ്റൻഷനെക്കാളും അവളുടെ ജീവിതത്തിൽ കാണിക്കുന്ന അറ്റൻഷൻ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്റെ സൗന്ദര്യത്തിലല്ലായിരുന്നു നിന്റെ അറ്റൻഷൻ, എന്റെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ മാറ്റാനായിരുന്നു. ഇത് തന്നെയാ ഞാൻ പ്രതീക്ഷിച്ചതും. ഞാൻ നിന്നോട് പറഞ്ഞിരുന്ന ഓരോ കാര്യത്തിലും നീ പോലും അറിയാതെ നീ എന്റെ മനസ്സ് കീഴടക്കി. അതൊക്കെ കൊണ്ട് തന്നെയാണ് നന്ദ എനിക്ക് നിന്നോട് പ്രണയം തോന്നിയതും. അതുപോലെ മനസ്സിലാക്കാതെയാ നീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബോയ്സിന് പിന്നെ ഒരു പെണ്ണിനോട് പ്രേമം തോന്നാൻ അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. പക്ഷെ ഒരു പെണ്ണിന് ഒരു ആണിനോട് സ്നേഹം തോന്നിയാ തീർച്ചയായിട്ടും അതിന്റെ പുറകിൽ ഒരു കാരണം ഉണ്ടാകും. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് നന്ദ. എന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും നിന്റെ കൂടെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ചിന്ത എന്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നത് നീ തന്നെയല്ലേ? പക്ഷെ അനാമിക, ഇതിൽ കൂടുതൽ നീ ഇനിയൊന്നും പറയണ്ട. ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചത് പ്രണയിക്കാൻ വേണ്ടിയാണെന്ന് അന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? അതിപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത്. ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ നിന്നെ വിട്ട് പിരിയില്ല നന്ദ. ദൈവം നേരിട്ട് വന്നത് പറ്റില്ലെന്ന് പറഞ്ഞാലും ഐ ലവ് യു നന്ദ. ഐ ലവ് യു. ഐ ലവ് യു. മനസ്സിനുള്ളിൽ എൻ്റെ മനസ്സിനുള്ളിൽ മണിമഴവില്ലായെന്നോ വന്നവളെ, എന്നിലെ എന്നെ അറിയുമൊരാളായി, എന്നിലെ എന്നെ അറിയുമൊരാളായി നിന്നവളല്ലേ നീ അഴകേ, നിന്നവളല്ലേ നീ അഴകേ. അനാമിക, എന്താടാ? എനിക്കൊരു ചെറിയ സംശയം. എന്താ സംശയം? നിന്റെ അച്ഛൻ ഇതിനൊക്കെ സമ്മതിക്കോ? എന്തിന്? നമ്മൾ തമ്മിലുള്ള ഇഷ്ടമൊക്കെ. അതിന് നിനക്ക് എന്ത് ഇത്ര സംശയം? നമ്മുടെ രണ്ടുപേരുടെ സ്റ്റാറ്റസിന്റെ കാര്യം. പിന്നെ തുടങ്ങിയോ നീ? നോക്കാൻ അനാമിക, നീ പറഞ്ഞതുപോലെ പ്രേമിക്കാൻ പ്രത്യേകിച്ച് യോഗ്യതയൊന്നും വേണ്ട. പക്ഷെ കല്യാണത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല, അതല്ലേ പറയാൻ വരുന്നത്? അതെ, നീ എന്നെ നിന്റെ ലൈഫ് പാർട്ണറായിട്ട് അംഗീകരിച്ചു എന്ന് കരുതി നിന്റെ അച്ഛൻ എന്നെ നിന്റെ ലൈഫ് പാർട്ണറായിട്ട് അംഗീകരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അച്ഛൻ ഉറപ്പായിട്ടും നിന്നെ ഇഷ്ടമാകും. അത് ഇത്ര ഉറപ്പ്? കാരണം എന്റെ അച്ഛൻ എനിക്ക് അത്രയ്ക്ക് ഫ്രീഡം തന്നിട്ടുണ്ട് നന്ദാ. ഞാൻ ഒന്നുമില്ലാത്തവനാണെന്ന് അറിഞ്ഞാലും നീ എങ്ങനെയായിരുന്നാലും എന്റെ കല്യാണക്കാര്യത്തെ കുറിച്ച് സംസാരിച്ചപ്പോ നിന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ആളായാ മതി എന്ന് മാത്രമാണ് അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാര്യത്തിൽ ഒരു പേടിയില്ല. അപ്പോ നിന്റെ അച്ഛൻ നമ്മുടെ ലവിന്റെ കാര്യത്തിൽ വില്ലനല്ല, അങ്ങനെയല്ലേ? അതെ, അതിലൊരു സംശയമില്ല. ഞാൻ എന്തായാലും ഇന്ന് തന്നെ ഈ കാര്യത്തെ കുറിച്ച് അച്ഛനോട് സംസാരിക്കും. എന്താന്ന്? ഇന്ന് തന്നെയാ? ആ, ഇന്ന് തന്നെ പറയും. എന്തേ? അല്ല, കുറച്ച് സമയമെടുത്ത് പറഞ്ഞാ പോരെ? ഓക്കെ എന്ന് മാത്രമേ അച്ഛൻ പറയുള്ളൂ എന്ന് അറിഞ്ഞിട്ടും പിന്നെ എന്തിനാ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്? അതും കറക്റ്റ് തന്നെയാ. ശരി, നീ ഇപ്പോഴും ഈ കാര്യം നിന്റെ വീട്ടിൽ പറയാമോന്നെ?